ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഒരു ദിവസം ദുബായിൽ പോയപ്പോൾ അവിടുത്തെ ബട്ടർഫ്ലൈ പാർക്കിൽ കയറേണ്ട കാഴ്ചയാണ് ഈ കാണിക്കുന്നത്. അതിൽ രണ്ടാമത്തേക്ക് ഇട്ടായിരുന്നു, ഇത് ഫസ്റ്റ്. അതിൻ്റെ ആദ്യത്തെ ആ ഒരു ഇത് തന്നെ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല കെട്ടിടം പോലെയൊക്കെ പണിഞ്ഞ് അതിൻ്റെ അകത്തോട്ടായിരുന്നു നമുക്ക് കയറാൻ പറ്റുന്നത്. അത് നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മളുടെ ഗാർഡിയനായിട്ട് വന്നത് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ബട്ടർഫ്ലൈസിനെയല്ലേ ഈ ആളാണ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതും പറഞ്ഞു തരുന്നത്. അങ്ങനെ ഇയാൾ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അവിടെ നിന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന് മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ബട്ടർഫ്ലൈ നിങ്ങൾ കണ്ടേ, ആ ബട്ടർഫ്ലൈയെ കണ്ടോ? ആ ബട്ടർഫ്ലൈയെ കാണാൻ നേരത്തെ നമുക്ക് തോന്നുന്നു ഒരു മീനിൻ്റെ തല മുറിച്ചെന്ന്. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. അതിൻ്റെ ചിറകിൻ്റെ ഇതാണ്. അതെനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അതിൻ്റെ ചിറകിൻ്റെ ഇതാണ് ആ കാണുന്നത്. എന്നാലും എന്ത് പെർഫെക്ഷൻ അതിന്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നല്ല ഭംഗിയും ഉണ്ടായിരുന്നു. ഇതിന് ഒരിക്കലും ഒരു കൂട്ടിനകത്തല്ലായിരുന്നു ഇട്ട് വളർത്തിയിരിക്കുന്നത്. ഇതിനകത്തൊരു ചെടിക്ക് അകത്താണ് ഇതിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഭയങ്കര ഫ്രീ ബേർഡിനെ പോലെ അവിടെ ഫുള്ള് പറന്ന് കിടക്കുമായിരുന്നു. ചിലപ്പോൾ ഇത് നമ്മളെ മൂക്കിലൊക്കെ ഇരിക്കും കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഫോട്ടോ. ഇവിടുത്തെ പ്രൈം മിനിസ്റ്ററോ അങ്ങനെ ആരും ആയിരുന്നു. ഇത് ഫുള്ള് ബട്ടർഫ്ലൈ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മുഖമൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. മോഹം ബട്ടർഫ്ലൈ കൊണ്ടല്ല, പക്ഷേ ആ മുടിയും തൊപ്പിയും എല്ലാം ബട്ടർഫ്ലൈസിനെ കൊണ്ടായിരുന്നു. ബട്ടർഫ്ലൈക്ക് ആയുസ് കുറവാണല്ലോ. അപ്പോൾ ആ ആയുസ് പോയ ബട്ടർഫ്ലൈസിനെ വെച്ചാണ് ഇവരിതെല്ലാം ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്ത് ഭംഗിയാണ് നിങ്ങൾ നോക്കിക്കേ. നല്ല രസമില്ലേ? ഇതെല്ലാം ആ പോയ ബട്ടർഫ്ലൈസാണ്. നല്ല ഭംഗി പോലെ അവർ വച്ചിട്ടുണ്ട്. എല്ലാം നല്ല ഫ്രെയിം പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഒരു കുഴപ്പവുമില്ല. എല്ലാം നല്ല ഭംഗിയായിട്ട് ഫ്രെയിം അടിച്ച് അവിടെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം സ്റ്റഫ് ചെയ്തൊന്നും കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള ബട്ടർഫ്ലൈസ്. നല്ല ബ്ലൂ കളർ, നല്ല ബ്ലാക്ക് കളർ, അങ്ങനെ പല പല കളറിലുള്ള പല ഷെയ്ഡ്സുള്ള കുറേ ബട്ടർഫ്ലൈസ്. എനിക്ക് എണ്ണാൻ പോലും പറ്റത്തില്ലേ, കുറേ ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നു. എനിക്ക് അവിടെയുള്ള എല്ലാത്തിനെയും സത്യമായിട്ട് എല്ലാത്തിനും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. കുറേ നേരം എന്ന് പറഞ്ഞാൽ ഒരു 30-35 അത്രയും മിനിറ്റ്സൊക്കെയാണ് ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തോളൂ. കാരണം അവിടെ കുറേ തിരക്കുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ അത്രയും സ്പെൻഡ് ചെയ്തു. പക്ഷേ എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, സത്യം പറയാം. പിന്നെ ഇതെന്തോ ഒരു മൃഗമാണേ. പിന്നെ ഈ ഫോട്ടോ തന്നെ കാണിക്കുന്നത്. പിന്നെ ഇത് കണ്ടോ, ഇതെൻ്റെ അച്ഛനാണ് എടുത്തത്. അതുകൊണ്ട് അത്ര പെർഫെക്ഷനൊന്നുമില്ല. എന്നാലും എനിക്കിഷ്ടപ്പെട്ടു വീഡിയോ കണ്ടപ്പോൾ തന്നെ. അപ്പം ഞാൻ പറഞ്ഞു ഞാനിടാം. അങ്ങനെ ഇത് കണ്ടോ, ഇതൊക്കെ നല്ല ഭംഗി. ഇവിടെയൊക്കെ ഇതാദ്യം ഫ്രണ്ടിലത്തെ പച്ചനാണ്. ഇനി അകത്തോട്ട് വേറെ കാഴ്ചകളുണ്ട്. അത് നിങ്ങൾക്ക് കാണണ്ടേ. കുറച്ച് നേരം കഴിഞ്ഞാൽ അതും കാണാൻ കേട്ടോ നിങ്ങൾക്ക്. ഇതെല്ലാം ഓരോ ഷേപ്സിലായിരുന്നു ഇത് പ്രിൻ്റ് ചെയ്ത്. ഇത് കണ്ടോ, ഇതാണ് അവിടെ കുറേ ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നു. അത് ഇരുന്ന എന്ത് സാധനമാണെന്നുണ്ടായിരുന്നു. അവിടെ കുറേ ശില്പങ്ങളുണ്ടായിരുന്നു. ബട്ടർഫ്ലൈസിൻ്റെ ശില്പങ്ങൾ, ബേർഡ്സിൻ്റെ ശില്പങ്ങൾ. അവിടെ കുറേ ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. ആ ഹാങ്ങിങ് പ്ലാന്റ്സിലായിരുന്നു കൂടുതലും ബേർഡ്സും ഇതുമുള്ളത്. അതുകൊണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അവിടെ നിന്ന് കുറേ ക്ലിക്ക് കുറേ ഫോട്ടോസ് എടുത്തു. അതൊക്കെ നല്ല. അതിനെക്കാട്ടിയും ബട്ടർഫ്ലൈസ് എനിക്ക് എപ്പോഴും ഇരിക്കുന്നതെന്ന് തോന്നിയത് അതിൻ്റെ പൂക്കളിലായിരിക്കുന്നത്. പക്ഷേ പൂക്കളിലൊന്നും അല്ലായിരുന്നു കേട്ടോ, ഫുള്ള് ഇലകളിലായിരുന്നു ബട്ടർഫ്ലൈസ് ഫുള്ള് ഇരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കയ്യിലൊക്കെ വരും. ഞാനതൊക്കെ ഇങ്ങനെ തലോടി അങ്ങ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വിടും. ഇത് ഭയങ്കര നല്ല ബസ് ഉണ്ടായിരുന്നു. നമുക്കത് കാണിച്ചു തരും. ദിസ് വേ അങ്ങനെ എഴുതിയിട്ടേക്കും. നമുക്കതുകൊണ്ട് അതുവഴി പോവാം. നമുക്ക് ഏത് വഴി തെറ്റാതെ നമുക്ക് പോകാം. ഇത് കണ്ടോ, ഇതൊക്കെയാണ് മൊസാംബിസ്. ഇവിടെയുള്ള ചിത്രശലഭങ്ങളൊക്കെ ഇതാണ് കഴിക്കുന്നത്. ഇതൊക്കെയാണ് ഇതിന് കൊടുക്കുന്നത്. ഇത് കുറേ കാര്യങ്ങളൊക്കെ കഴിക്കും. ഇതാണ് ബട്ടർഫ്ലൈസൊക്കെ ഫീഡ് ചെയ്യുന്നത് കേട്ടോ. ബട്ടർഫ്ലൈസൊക്കെ ഫീഡ് ചെയ്യുന്നതിനെക്കാട്ടും എനിക്കിഷ്ടപ്പെട്ട അവിടുത്തെ ബട്ടർഫ്ലൈസിനെയാണ്. കണ്ടോ, ഇതെല്ലാം ഇങ്ങനെ വെച്ച് കൊടുക്കും. ബട്ടർഫ്ലൈസ് അവിടെ നിന്ന് കഴിക്കും. ഞങ്ങൾ ആ ബട്ടർഫ്ലൈസ് കഴിക്കുന്നത്. ഇതെൻ്റെ അനിയനും അമ്മയാണ്. ഈ ബട്ടർഫ്ലൈ കണ്ടോ, വാട്ട് എ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെയുള്ള ഓരോ ചെടിയിലും ഓരോ ഇലയിലും ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നു എന്ന് പറയാം. അത്രയും വെറൈറ്റി ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നു. ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഗാർഡൻ പോലെയായിരുന്നു എനിക്ക് അവിടെ. ഇതെൻ്റെ അനിയന്മാരാണ് ബട്ടർഫ്ലൈ പിടിക്കാൻ കൊടുത്ത് പോക്കാം. കിട്ടില്ലെന്ന് അറിയത്തില്ലല്ലോ, പോട്ടെ, അവരെ നമുക്ക് നോക്കണ്ട. നമുക്ക് നമ്മുടെ വഴി പോവാം. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ കുറേ കളർ ബട്ടർഫ്ലൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ ശില്പങ്ങൾ. എല്ലാത്തിൻ്റെ അടുത്തുനിന്ന് ഞാൻ ഫോട്ടോ എടുത്തു. എൻ്റെ അച്ഛനെയും പുറകെ വരുന്നുണ്ട്. എല്ലാവരെയും കൊണ്ട് ഫോട്ടോ എടുത്തു. പിന്നെ അത് ഓറഞ്ചാണ് മൊസാംബിക്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ. പിന്നെ അതാണ് നമ്മൾ അവിടെ നിന്നാണ് തുടങ്ങി. ഇവിടം വരെ എത്തി. നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതെല്ലാം ഓരോ ബട്ടർഫ്ലൈസിൻ്റെ സെക്ഷൻസാണ്. പിന്നെ ബട്ടർഫ്ലൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബ്ലൂ കളർ ബട്ടർഫ്ലൈ, പിങ്ക് കളർ ബട്ടർഫ്ലൈ, യെല്ലോ കളർ ബട്ടർഫ്ലൈ, ഓറഞ്ച് കളർ ബട്ടർഫ്ലൈ, എല്ലാ കളർ ബട്ടർഫ്ലൈസും ടൈപ്പും അവിടെ ഉണ്ടായിരുന്നു. എനിക്കതെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഓരോ ഫുഡ് ഫീഡിങ്ങിനായിട്ട് ഓരോ പൂക്കൾ പോലത്തെ സാധനം ഉണ്ടായിരുന്നു. അതിനകത്ത് ഈ ബേർഡ്സിൻ്റെ ഫീഡ്സിൻ്റെ സാധനം ഇട്ട് കൊടുക്കുക. അവരതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട മീനില്ലേ, അതാണിത്. പിന്നെ
ഇതിനകത്ത് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തിരിക്കണേ നിങ്ങൾ മറക്കല്ലേ. പിന്നെ ഒരു കാര്യം, പിന്നെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് യൂട്യൂബ് ആണെന്നൊരു അംഗീകാരം കിട്ടും. അതുകൊണ്ട് നിങ്ങളെല്ലാം ചെയ്യണേ. ബൈ.